ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിച്ചത് ഒരു ഒരു പെൺകുട്ടിയെയാണ്. ഒരു പടം, സാധാരണ ഒരു പടം കിട്ടിയായിരുന്നു. മറ്റേ ഫിലിം ഫീൽഡിലൊന്നുമല്ല, ഒരു ഒരു സാധാരണ ഒരു പിക്ചർ കിട്ടി എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒന്ന് വരയ്ക്കാമെന്ന് വിചാരിച്ചു, വരച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത്തത് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ വയനാട്ടിലൊക്കെ ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു വിഷമം പോലെ തോന്നി, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വരച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ ചെയ്യുക, ഇങ്ങനെ എത്രയോ പേര് മരണപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു അല്ലേ. അതേക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും ഭയങ്കര ഒരു ആദ്യമാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ വ്യക്തിപരമായ ചില ഒരഭിപ്രായമാണ്, എത്ര യോജിക്കുന്നു എനിക്കറിയില്ല. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതി അധികം ഹർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എത്രത്തോളം ഹർട്ട് ചെയ്യുന്നു അതിന് അത്രത്തോളം ഒഴുക്കിൽ നഷ്ടങ്ങളെ വരുള്ളൂ നമുക്ക്. അത് നഷ്ടങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പുറത്തു പോയി അധ്വാനിച്ച് എവിടെയെങ്കിലുമൊക്കെ ചെറിയ സ്ഥലം മേടിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് വീടൊക്കെ വെച്ച് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങനെ ഒലിച്ചു പോയി കഴിഞ്ഞ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. ഇത് ഈ നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വികസനം എന്ന് പറഞ്ഞ് വരുന്ന ഒരു സംഭവം അവർക്കൊന്നും അധികം അങ്ങോട്ട് യേശുവില്ല ശരിക്കും പറഞ്ഞാൽ. അവർ മിക്ക ആൾക്കാരും എല്ലാവരും ടൗണിലൊക്കെ ആയിരിക്കും, ഇത്രയും ഉള്ള ഏരിയയിൽ ഒരു നിവർത്തിയില്ലാതെയൊക്കെയായിരിക്കും കുറച്ച് സ്ഥലം മേടിച്ച് വീട് വെച്ച്. അത് ഭയങ്കര ഡിസ്റ്റർബ്ഡായിട്ട് പോണേ. എന്താ ചെയ്യുക. പിന്നെ പറഞ്ഞാൽ ഓരോ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാവും അല്ലേ. നഷ്ടങ്ങൾ ഏതെങ്കിലും രീതിയിലൊക്കെ വരും. എൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാടിൽ ശരിക്കും പറഞ്ഞാൽ മരങ്ങൾ അധികം മുറിക്കാൻ പാടില്ല. ഭയങ്കര ഹൈറ്റുള്ള മരങ്ങളല്ല, അത്യാവശ്യം കുറച്ച് മരങ്ങളൊക്കെ സിറ്റിയിലാണെങ്കിലും എവിടെയെങ്കിലും ഒരു വളർത്തി കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം ടെമ്പറേച്ചർ മെയിൻറ്റെയിനിങ് ഭയങ്കര ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ഒരു വേനൽക്കാലത്ത് എന്തൊരു ചൂടായിരുന്നു. 45, 46, 48 വരെ വന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കറൻ്റ്ലി 27 കണ്ടാണ്. ഞാൻ റൂം ടെമ്പറേച്ചർ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരിടത്ത്. അതിലിങ്ങനെ ഇടയ്ക്ക് നോക്കാറുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം പ്രകൃതിയെ ഉപദ്രവിക്കാതിരിക്കുക എന്നാണ്. എന്തായാലും ചെറുതായിട്ടൊക്കെ ഇതാവും. കാരണം വീട് വെക്കണമെന്നുണ്ടെങ്കിൽ പാറപ്പൊടി തന്നെ വേണം അല്ലേ, കോറ് അതൊക്കെ വേണം. പക്ഷെ എന്നാലും ഞാൻ പറയണത് ഇതൊരു ഇത് തന്നെയാണ്. അത് നഷ്ടങ്ങളായി മാറുമ്പോഴാണ് വിഷയങ്ങൾ വരുന്നത്. ഞാൻ ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ് വയനാട് പോയായിരുന്നു. വയനാട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ചുരത്ത ഹെയർ പിന്നിൻ്റെ അവിടെ ഒരു 9th ഹെയർ പിൻ എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ കുറച്ച് ചില ഒരു ഒരു സമയമുണ്ട്. കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷേ മരങ്ങൾ ഭയങ്കര കുറവായിരുന്നു. വേനൽക്കാലത്ത് ഞാൻ പോയത്. എനിക്ക് പോകണം മരങ്ങൾ തീരെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര കുറഞ്ഞു. ഇപ്പം ഡ്രൈ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര ഒരിതായിരുന്നു. ഞാനിപ്പോൾ ഒരു കളർ ഫേസ് ചെറുതായിട്ടൊരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. നോക്കാം നമുക്ക് എത്രത്തോളം ഇതാവുന്നത്. ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, ഒരു ഡ്രോയിങ്ങിൽ പോലും ഞാൻ കൊടുത്തിട്ടില്ല. അത് ഫേസിൻ്റെ ഒരു ഷെയ്ഡ് ഒരു ഓറഞ്ച് കളർ കൊടുക്കണം. അതിൻ്റെ ആ ഒരു സാധാരണ പെൻസിൽ ഷെയ്ഡാണല്ലോ ചെയ്യണത്. ഇതിപ്പോൾ ചെറിയൊരു ഓറഞ്ച് കളറിന് സെറ്റായി കൊടുക്കണേ. നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോയെന്ന് അറിയില്ല. ഓക്കെ. പിന്നെ പിന്നെ വയനാട്
ഞാൻ ആദ്യം അതിന് മുമ്പത്തെ പ്രാവശ്യം പോയപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഈ അടുത്തെങ്ങാണ്ട് പോയത്, ഈ അടുത്ത വേനൽക്കാലമാണ് പോയത്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു ടൂർ അടിക്കാറുണ്ട്, വയനാട് അല്ലെങ്കിൽ കന്യാകുമാരി അങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ദൂരെ എവിടെയെങ്കിലും ഒന്ന് സഞ്ചരിക്കും വെറുതെ. പിന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഹാപ്പിനെസ് കിട്ടുന്നത് എനിക്ക് വരയ്ക്കുമ്പോഴാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് വലിയ നോളജൊന്നുമില്ല, അതാണ് സത്യം. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ നോക്കി ഒരു ഐഡിയ നമ്മുടെ ഐഡിയയിൽ അങ്ങനെ ചെയ്ത് ഇതാക്കുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം ഇങ്ങനെ വെറുതെ വരച്ച് കഴിഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞ് ആ കൊള്ളാം നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതൊക്കെ ഒരു ചെറിയൊരു ചാനൽ തുടങ്ങി പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പുതിയ ആൾക്കാർ കാണുകയാണെങ്കിൽ അവർ നമ്മളെ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വലിയ ചാനലൊന്നുമല്ല, സാധാരണ ഡ്രോയിങ് അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ് താല്പര്യം. പിന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കണക്ക് ശരിയാണെന്നെങ്കിൽ ഒരു 10-25 വർഷം മാക്സിമം, 30-40 വർഷം മാക്സിമം നമ്മുടെ അണ്ടറിൽ ജീവിക്കുള്ളൂ അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അപ്പോൾ കഴിവതും ഞാൻ എൻ്റെ വീട്ടിൽ ഒരു 2-3 മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാം. ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഉദ്ദേശിച്ച ഒരു ലെവല് ആയിക്കൊണ്ടിരിക്കുന്നു. നോക്കട്ടെ. ഏതായാലും കുറച്ച് കൂടി കഴിയുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്ന ഒരു പോർട്രേറ്റ് ലൈവായിട്ട് ചെയ്യാൻ. എത്രത്തോളം ഇതാവും എന്നറിയില്ല, പക്ഷേ ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പിക്ചർ എടുത്ത് പോർട്രേറ്റ് പോലെ വരയ്ക്കാൻ ഉദ്ദേശിച്ചാണ് എടുത്തത്. പക്ഷേ എനിക്ക് വരച്ചൊന്നും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഇത് ഏകദേശം തീരാറായി. എല്ലാവരോടും താങ്ക് യു.